Hello guys, this is me Gautam Raj and you guys are watching my YouTube channel Dream Rover. ഇന്ന് ഓണായിരുന്നു സത്യം പറഞ്ഞു ഒരു പരിപാടിയില്ല. പിന്നെയാണ് ഓർത്തത് ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്നാണല്ലോ. അങ്ങനെയൊന്നും അല്ലല്ലേ. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇന്ന് എല്ലാവരും കൂടി ഒന്ന് പാരീസ് വരെ പോയിട്ട് വരാമെന്ന്. അങ്ങനെ പാരീസ് പോയിട്ട് ഐഫൽ ടവർ കാണാൻ പോവാണ്. ആ വീഡിയോ ആയിരിക്കും ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഒരു 10 രൂപയൊക്കെ ആയപ്പോട്ടോ ഞങ്ങൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാത്രി ഐഫൽ ടവറിൽ എത്തിയിട്ട് അവിടുത്തെ ലൈറ്റ് ഷോ ഒക്കെ കാണാൻ പറ്റുമോ എന്നുള്ള സംശയം നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഡ്രൈവർ ചേട്ടനോട് പറഞ്ഞു, ഷാജി പാപ്പ ഒന്നും നോക്കണ്ട, കത്തിച്ചു വിട്ടോന്ന്. പക്ഷേ ആ ചേട്ടൻ അപ്പം തന്നെ പറഞ്ഞ് ഞാൻ ഓടിക്കുന്നത് പ്ലെയിൻ അല്ലാന്ന്. അതിനൊരു കാരണമുണ്ട്. ഇവിടുത്തെ റോഡിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ടാവും. ആ സ്പീഡ് ലിമിറ്റ് കൂടിയാൽ ടാക്സികളിലുള്ള ഈ ഒരു മെഷീൻ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അതുകൊണ്ട് ചേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല. കുറച്ച് ജനറൽ നോളജ് പറഞ്ഞുതരാം. 1889 ഐഫൽ ടവറിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. 330 മീറ്റർ വലുപ്പമുള്ള ഈ ഒരു ടവർ പാരീസിൽ നടന്ന ഒരു വേൾഡ് ഫെയറിന്റെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചത്. ഈ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങിയ സമയത്ത് അവിടെയുള്ള ലോക്കൽസ് എല്ലാവരും ഒരുപാട് ഫൈറ്റ് ചെയ്താണ്. ഇരുമ്പ് കൊണ്ട് ഇത്രയും വലിയൊരു ടവർ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം ഫ്രാൻസ് പറഞ്ഞാൽ ഏതൊരാളും മനസ്സിലേക്കും ആദ്യം കയറി വരിക ഈ ഒരു വേൾഡ് വണ്ടർ തന്നെയായിരിക്കും. ഗൈസ്, അങ്ങനെ ഞങ്ങളിപ്പോൾ റൂവനിന്ന് 125 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തിട്ടാണ് ഐഫൽ ടവറിലേക്ക് എത്താൻ പോകുന്നത്. ഇപ്പോൾ ഐഫൽ ടവറിലേക്ക് എത്താൻ ഇനി കുറച്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഞങ്ങൾക്ക് ദൂരം നോക്കിയാലൊക്കെ കാണാം, ലൈറ്റൊക്കെ കാണുന്നുണ്ട്. എത്ര മണിക്ക് ലൈറ്റ് ഓഫ് ആവുക എന്നൊന്നും കാര്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പോലെ ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഐഫൽ ടവർ എടുത്ത് കാണിച്ചു തരാൻ നോക്കിയാണ് വിചാരിക്കുന്നത്. ഐഫൽ ടവറിൻ്റെ ഈ ഒരു കാഴ്ച വളരെ മനോഹരം തന്നെയാട്ടോ. എനിക്ക് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എന്താ തോന്നിയെന്ന് വെച്ചാൽ, ദിസ് ബ്യൂട്ടി ഈസ് നോട്ട് ജസ്റ്റ് എമിറ്റിംഗ് ലൈറ്റ്, ഇറ്റ്സ് ആൾസോ റെപ്രസെൻറ്റിംഗ് ദിസ് കൺട്രി, ദ കൾച്ചർ, ദ ഹിസ്റ്ററി ആൻഡ് ദെയർ പ്രൈഡ്. ശരിക്കും വല്ലാത്തൊരു വൈബ് തന്നെയാണ്. ഐഫൽ ടവറിൻ്റെ ലൈറ്റ് രാത്രി എത്ര മണി വരെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു. കാരണം ഓരോ ഗൂഗിൾ സെർച്ചും വേറെ ഇൻഫർമേഷൻ തന്നുകൊണ്ടിരുന്നത്. പക്ഷേ വീക്കെൻഡിൽ നൈറ്റിൽ 1 മണി വരെ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടു. വിന്ററിലും സമ്മറിലും വേറെ ടൈമാണെന്നും പറഞ്ഞു കേട്ടു. ഈവനിങ്ങിൽ ഈ ഒരു ലൈറ്റ് ഓൺ ആയതിനു ശേഷം ഓരോ മണിക്കൂർ വിട്ടിട്ടും ഒരു സ്പാർക്ലിംഗ് ഷോ ഉണ്ടാവുന്നതാണ് ഞാൻ കേട്ടത്. പക്ഷേ ലാസ്റ്റ് ഇത് അടയ്ക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള ഒരു സ്പാർക്ലിംഗ് ഷോ കഴിഞ്ഞാൽ പിന്നെ ലൈറ്റേ ഉണ്ടാവില്ല. എൻ്റെ ഭാഗ്യം എന്ന് പറയാലോ, ഞങ്ങൾ കറക്റ്റ് ടവറിൻ്റെ അടുത്ത് എത്തിയിട്ട് കാർ ഇറങ്ങാൻ നേരത്ത് ലൈറ്റ് ഓഫായി. പക്ഷേ എന്തൊക്കെ വന്നാലും ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യല്ലോ കേട്ടോ. കാരണം പാരീസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഫ്രാൻസിലേക്ക് വരുന്നത്. എനിക്കുള്ള ആകെയുള്ള ചിലവ് ഷിപ്പിൽ നിന്ന് പാരീസ് വരെയുള്ള ടാക്സി ചാർജ് മാത്രമാണ്. ആ ടാക്സി ചാർജ് തന്നെ ഞങ്ങൾ 5 പേര് ഷെയർ ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. അത് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റ് കംപ്ലീറ്റ്ലി ഓഫായി. എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സ് എല്ലാവരും കാറിലിരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഐഫൽ ടവറിൻ്റെ താഴത്തുനിന്ന് അവർക്ക് ഈ ഒരു ഐഫൽ ടവറിൻ്റെ ഒരു മോഡൽ വീട്ടിലേക്ക് മേടിക്കണം. ഞാൻ അവരോട് ഒരുപാട് തവണ പറഞ്ഞു, ഇതേ സംഭവം നമുക്ക് നമ്മുടെ നാട്ടിൽ പോയാൽ ആമസോണിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ വളരെ വില കുറച്ച് കിട്ടുന്നു. ഞാൻ അങ്ങനെയൊക്കെ പറയും. കാരണം എന്താ, കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ മേടിച്ചത് ഓൾറെഡി എൻ്റെ ഷോക്കേസിലുണ്ട്. പക്ഷേ ഞാൻ ലാസ്റ്റ് തവണ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു ടവലും വിരിച്ചിട്ട് ഇങ്ങനെ വെക്കുന്ന ഒരു സിസ്റ്റം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇല്ലായിരുന്നു. ഞാൻ മേടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ച് പേര് ഇങ്ങനെ ബാഗിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് വിറ്റത്. കാരണം അത് ആ സമയത്ത് അവിടെ അലൗഡ് അല്ലായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ഒരുപാട് ഷോപ്സ് ഉണ്ട് എല്ലാ സ്ഥലത്തുമായിട്ട്. സത്യം പറയുകയാണെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഏത് തൊഴിലെടുക്കുന്ന കുറച്ച് ആൾക്കാരാട്ടോ ഞാൻ ഇവിടെ വെച്ച് കണ്ടത്. ഈ ഒരു ചേട്ടൻ കണ്ടോ, ഇന്ത്യക്കാരനാട്ടോ, ഫ്രാൻസിൽ വന്നിട്ട് ചോളം മുക്കുക. ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. ഗൈസ്, ഇതൊക്കെ ഇല്ലേ റിവർ ക്രൂസ് ആട്ടോ. ഞാൻ വർക്ക് ചെയ്തത് കുറച്ച് വലിയ ഷിപ്പ് ആയതുകൊണ്ട് ഞങ്ങളെ വലിയ ഷിപ്പ് ഒന്നും ഇങ്ങോട്ട് വരില്ല. പക്ഷേ ഇങ്ങനത്തെ ചെറിയൊരു ഷിപ്പ് ഉണ്ട്. അതൊക്കെ ഇങ്ങോട്ട് എന്താ പറയുക, ഡയറക്റ്റ് നമ്മളതാ ഐഫൽ ടവറിൻ്റെ നേരെ താഴത്ത് കൊണ്ട് നിൽക്കും. ചെറിയ എന്താ പറയുക, എല്ലാ പാലത്തിനടിയിൽ കൂടിയോ അല്ലെങ്കിൽ ചെറിയ റിവറിൽ കൂടിയും പോകാൻ കണക്കാക്കിയിട്ടുള്ള ചെറിയ ലക്ഷറി ക്രൂസ് ഷിപ്പാണ് ഇതൊക്കെ. പക്ഷേ റിവർ ക്രൂസ് ആണ്. പക്ഷേ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ, വളരെ കുറച്ച് ക്രൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ ഒരു ഷിപ്പിൽ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഗൈസ്, ഞാൻ സത്യം പറയാൻ വെച്ചാൽ ഞാൻ മുമ്പ് ഇവിടെ വന്നതാണ്. ഞാൻ കഴിഞ്ഞ വർഷം വന്നിട്ട് ലൈറ്റൊക്കെ കണ്ടതാണ്.
പക്ഷേ ഞാൻ ഇപ്രാവശ്യം വന്നത് ഒന്നും കൂടി കാണണം എന്നുള്ള ഇൻറ്റൻഷനോട് വേണ്ടിയിട്ടല്ല. വീഡിയോ എടുക്കണം, ആ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെയും വീഡിയോ കാണുന്നവരെയും അവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതും ഷിപ്പിൽ നിന്ന് പുറപ്പെട്ടതും ഒക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സമയത്തിലെത്താൻ പറ്റിയില്ല, നേരം വൈകി. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. കുറച്ച് ഡിസപ്പോയിൻ്റ് ആണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ലൈഫിൽ നമ്മൾ ചോദിക്കാത്ത ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാത്തിനും കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. എന്തായാലും എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുന്നവരെ ദിസ് ഈസ് മീ ഗൗതം രാജ് സൈനിങ് ഓഫ്.